ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ഏത്തപ്പഴം ഉണ്ടായിട്ട് അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയുണ്ട്. അപ്പോൾ ഏത്തപ്പഴവും മുട്ടയും പുഴുങ്ങിയെടുക്കുകയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതായിരുന്നു. പിന്നെ ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് നെയ്ച്ചോറ് ഇറച്ചിയും കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും ആവി കയറ്റിയിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പഴവും മുട്ടയും പുഴുങ്ങി അതിലൊതുക്കി എടുത്തത്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞ് ചാളയാട്ടോ ഇന്ന് കിട്ടിയത് കറി വയ്ക്കാൻ. അപ്പോൾ അത് കുറേ സമയം പിടിച്ചു അത് ക്ലീനാക്കി എടുക്കാൻ. പിന്നെ അത് ക്ലീനാക്കി കൊണ്ടുവന്നിട്ട് അത് മസാലയൊക്കെ തേച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടു. അപ്പോൾ അതങ്ങനെ മസാല പുരട്ടി വെച്ചേക്കാണെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ ഫ്രൈ ചെയ്യാനുണ്ടാവും. നമുക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ പിന്നെ പിറ്റേ ദിവസം എടുക്കാമല്ലോ. അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങനെ മസാല തേച്ച് വെച്ചു. പിന്നെ നീല കളർ വഴുതനങ്ങ അത് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കറി വയ്ക്കാനായിട്ട് ഇരുമ്പുളി ആട്ടോ ഇത്. പുളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ചക്കക്കുരു ഇട്ടിട്ട് വെറുതെ തേങ്ങ അരച്ചിട്ടൊരു കറി. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എരിവിന് നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ പുളിയും ഇതൊക്കെ കൂടി വേവിച്ചിട്ട് അതിലേക്ക് ചക്കക്കുരു ഞാൻ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ആ വേവിച്ച ചക്കക്കുരുവും കൂടി ഇട്ടിട്ട് പിന്നെ തേങ്ങ അരച്ചൊഴിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് അരപ്പ് വെള്ളമൊക്കെ ചേർത്ത് കുറുകി വരുമ്പോൾ കടുക് വറുത്ത് താളിച്ചെടുത്താൽ മതി. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കറിയാണ്. പക്ഷേ ഇങ്ങനെ ഈ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ഇതിൻ്റെ കൂടെ ഈ മീൻ ഫ്രൈയും കൂടി കൂട്ടി ഊണ് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഈ കറി തന്നെ ചെമ്മീനൊക്കെ ഇട്ടും വേറെ കഷ്ണങ്ങൾ മുരിങ്ങക്ക കുമ്പളങ്ങയൊക്കെ ചേർത്ത് അങ്ങനെയും വയ്ക്കും കേട്ടോ. അത് വേറെ കറി. ഇത് നമ്മളൊരു അരച്ചൂട്ട് ഉണ്ടാക്കിയെടുക്കും പോലത്തെ കറിയാണ്. പിന്നെ ഇതിങ്ങനെ ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ലൂസാക്കിയാണ് നമ്മൾ ആദ്യമേ തന്നെ അരപ്പ് കൂട്ടിയെടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ കടുക് വറുത്ത് കഴിഞ്ഞാൽ ആ പണി കഴിയും. പിന്നെ അതിനിടയ്ക്ക് ഞാൻ വഴുതനങ്ങയൊക്കെ മെഴുക്ക് പുരട്ടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് അപ്പുറത്ത് അടുപ്പത്ത് അതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഊണിൻ്റെ പരിപാടികൾ അതൊക്കെയായിരുന്നു. പിന്നെ ആണെങ്കിൽ നമ്മുടെ ബാക്കി സാധാരണ നടക്കുന്ന ജോലികൾ അതെല്ലാം അതിൻ്റെ കൂടെ നടന്നു പോകുന്നുണ്ട്. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചെറുപഴം ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതുകൊണ്ട് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് പറയണത് നുള്ളിപ്പുട്ടെന്ന് കേട്ടോ അതിൻ്റെ പേര്. വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പഴവും പുട്ടുപൊടിയില്ലേ അത് മാത്രം മതി. പുട്ടിൻ്റെ പൊടിയും ഈ പഴവും മാത്രം മതി ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. പഞ്ചസാര ഒന്നും ഇടണ്ട കേട്ടോ. ഇനിയിപ്പോൾ മധുരം കൂടിയേ പാടുള്ളൂ എന്നുള്ളവർക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിൽ പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. ആ മധുരത്തിൽ തന്നെ ഇത് കഴിച്ചാൽ മതി. അങ്ങനെ ആ പഴം നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഞെരടി എടുക്കണം കേട്ടോ. മിക്സിയിലിട്ട് അടിക്കണ്ട, കൈകൊണ്ട് ഞെരടി എടുത്താൽ മതി. എന്നിട്ട് ഈ പഴത്തിൻ്റെ നമ്മൾ ആവശ്യത്തിന് അതിൻ്റെ ഒരു ജലാംശം ഉണ്ടാവില്ല. വേറെ വെള്ളമൊന്നും ചേർക്കരുത്. ഇതിൻ്റെ ആ വെള്ളം വലിയണ അനുസരിച്ച് എത്ര പൊടി വേണോ അത്ര ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറേശ്ശെ പുട്ടുപൊടി കേട്ടോ, പുട്ടുപൊടി തന്നെ വേണം. കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്കൊരു ചെറിയ ഇങ്ങനെ ഹാർഡായിട്ടല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ പാകത്തിന് ബോൾ പിടിക്കാൻ പാകത്തിന് കിട്ടണം. അതാണ് അതിൻ്റെ പാകം. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് നമുക്ക് ബോൾസ് ആക്കാൻ പാകത്തിനുള്ള കൺസിസ്റ്റൻസി എത്തണ വരെ നമ്മൾ പൊടിയിട്ട് മിക്സ് ആക്കുക. ഇതിൻ്റെ കൂടെ വേറെ വെള്ളമൊന്നും ചേർക്കുകയൊന്നും ചെയ്യണ്ട. ഈ പൊടിയും ഈ പഴവും മാത്രം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ സ്നാക്കാണ്. മധുരമൊന്നുമില്ലല്ലോ. ഇതിനെന്നാൽ ചെറിയൊരു മധുരം കിട്ടുകയും ചെയ്യും, ഈ പഴത്തിൻ്റെ മധുരം. പിന്നെ ചെറിയൊരു പുളിപ്പും ഉണ്ടാവും. ഈ പഴത്തിന് മൈസൂർ പഴമാണല്ലോ, അപ്പോൾ അതിനങ്ങനെ ഒരു നേരിയൊരു പുളിപ്പും ഉണ്ട്. അതാണ് അതിൻ്റെ ഒരിത്. പിന്നെ ഞാൻ അതെല്ലാം അങ്ങനെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാലാണ് അതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വേവായി കിട്ടുള്ളൂ. എന്നിട്ടത് മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക.
പിന്നെ ഇതിനാണെങ്കിൽ ഇങ്ങനെ വലിയ ടേസ്റ്റ് പറയാനുള്ള അത്ര വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള പഴവും പുട്ടുപൊടിയും വെച്ചിട്ട് ഒരു ചെറിയ സ്നാക്ക് കുട്ടികൾക്ക് വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം, അത്രേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമല്ല. അങ്ങനെ സ്നാക്കൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ ഇപ്പോൾ സ്നാക്കൊന്നും ഉണ്ടാക്കാനും കഴിക്കാനൊന്നും തോന്നില്ല കേട്ടോ. ചൂടാണ്, നല്ല തണുത്തത് എന്തെങ്കിലും കഴിക്കാനാണ് ഈ സമയത്ത് എല്ലാവർക്കും ഇഷ്ടം. എന്നാലും നമ്മുടെ കയ്യിലുള്ള ഈ പഴമൊന്നും കേടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാട്ടോ. അപ്പോൾ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായയും ഇട്ട് ഇത് കുട്ടികൾ വന്നപ്പോൾ അവർക്കും കഴിക്കാൻ കൊടുത്ത് ഞാനും കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി ജോലികളുണ്ടല്ലോ, ചെടി നനയ്ക്കൽ, മുകളിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പിന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.